BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇത് ഒരു വിഭാഗം ആളുകളുടെ ഹിന്ദു മത ആചാരപ്രകാരം ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പാർട്ടിയാണെന്നാണ് പഴയ കാലഘട്ടങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത്. ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തില് ആ കാലഘട്ടത്തില് BJP ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന സമയത്ത് വളരെയധികം എന്താ പറയാ, ആളുകൾ ഇങ്ങനെ ഒരു ഭീകരമായിട്ട് നോക്കും. ഇതെന്തോ ജാതിയാടാ, അത് ശരിയായിട്ടുള്ള അനുഭവങ്ങളാ. അപ്പോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് ഏതാണ്ട് ഒരു ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട ആളുകളാണ് ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകള്. BJP പോയി കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ആളുകൾക്ക് ഒരു നോട്ടം, വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ ഒരു നോട്ടം. ഈ നോട്ടങ്ങൾക്കൊക്കെ അവസാനത്തെ ഉത്തരം എന്താണ് എന്നുള്ളത് ഇപ്പൊ ബോധ്യമായല്ലോ. കഴിഞ്ഞ ദിവസം നമ്മുടെ തൃശ്ശൂരിലെ സുരേഷ് ഗോപി, ഞാൻ തൃശ്ശൂർ മണ്ഡലത്തിന്റെ ഇൻചാർജാ, അവിടെ സുരേഷ് ഗോപി മെമ്പർഷിപ്പ് കൊടുത്തത് ഒരു പള്ളിയിലച്ഛനാ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല സോഷ്യൽ മീഡിയയിലൊക്കെ. എത്ര പള്ളിയിലച്ഛന്മാരാന്നറിയോ നേരിട്ട്. ഇനിയിപ്പോ ശത്രുവായിട്ട് കണ്ട ബിഷപ്പുമാര് ഒരു കാലഘട്ടത്തില് BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവാണ് എന്ന് പറഞ്ഞ് കണ്ടിരുന്ന ആ ബിഷപ്പുമാരെവിടെയാ? ഇന്ന് ഡൽഹിയിലെ പ്രധാനമന്ത്രിയെ കാണാനായിട്ട് പോകുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അവിടെ പത്രങ്ങളിലൊക്കെ മുൻ പേജുകളിൽ വരും. ആ മുൻ പേജുകളിൽ വരുന്ന പടം ആരുടെയാ? ഇവിടത്തെ ബിഷപ്പുമാരൊക്കെ നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രിയെ കാണാനായിട്ട് ഡൽഹിയിൽ ചെന്ന് പ്രധാനമന്ത്രിയുടെ ഈ തൃശ്ശൂർ അതിരൂപത ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് അദ്ദേഹം ഇരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പാണ്. നരേന്ദ്രമോദിയെ കാണാൻ പോയിട്ട് അവിടെ ചെന്ന് ഇരിക്കുന്ന സമയത്ത് ഒരു സൈഡിൽ ആരാ? നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ മിനിസ്റ്റർ, ഒരു സൈഡില് മുരളിയേട്ടൻ, നടുക്കാണ് നമ്മുടെ തൃശ്ശൂർ അതിരൂപത ബിഷപ്പ് ഇരിക്കുന്നത്, മുമ്പില് പ്രധാനമന്ത്രി. അപ്പൊ ഇന്നലെ വരെ എന്താ പറഞ്ഞേ? ഇന്നലെ വരെ നമ്മളെ കണ്ട സമയത്ത് BJP-യിലെ ക്രിസ്ത്യാനികളുള്ള ആ ക്രിസ്ത്യാനികളെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് അതിനെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെല്ലാം യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. എല്ലാവരും വരുന്നു. ഇന്ന് നിരവധി ആളുകളാ നമ്മുടെ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം. അപ്പോ ഈ ലോകത്തെ ഏറ്റവും വലിയ പാർട്ടി ഇനി ഇപ്പൊ തന്നെ 10 കൊല്ലം ഭരണം കഴിഞ്ഞ് 11ാമത്തെ കൊല്ലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. ഈ ഗവൺമെന്റ് 5 വർഷം തയ്ക്കും. അടുത്ത ഗവൺമെന്റോ 400 സീറ്റുമായിട്ട് വീണ്ടും തുടരും. പിന്നെയും ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾക്കും ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന ഗവൺമെന്റ് അല്ലാതെ വേറെ ഒരു ഗവൺമെന്റിനെ ഈ ആയുസ്സിൽ കാണാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആയിരിക്കും വരും കാലഘട്ടങ്ങളിലെല്ലാം. ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങള് BJP-യെ പലതരത്തിലും താറടിച്ചുകൊണ്ടും നുണപ്രചരണങ്ങൾ കൊണ്ടും പാർട്ടിയെ അവഹേളിക്കാറുണ്ട്. ഇന്ന് കുറെ ബോധ്യപ്പെട്ടില്ലേ? ബഹുമാനായ നമ്മുടെ മന്ത്രി അദ്ദേഹത്തിന്റെ മനോരമ കോൺക്ലേവില് ഒരു ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിരുന്നോ? മാധ്യമങ്ങളുടെ ശബ്ദം ജനകീയ ശബ്ദമാണോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം കൊടുത്ത മറുപടികൾ കണ്ടിരോ? ഇങ്ങനെ ഉരുളക്കുപ്പേരിയായിട്ട്. അതാണ് യാഥാർത്ഥ്യം. ഇവിടത്തെ മീഡിയ ഏതെങ്കിലും തരത്തില് ഈ പാർട്ടിയെ അവഹേളിക്കാനായിട്ടും അങ്ങനെ കുപ്രചരണങ്ങൾ നടത്തുകയാണെങ്കിൽ അതിന് തക്കതായ മറുപടി കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു മീഡിയയുമല്ല, യാഥാർത്ഥ്യങ്ങളുണ്ട്, തുറന്ന സത്യങ്ങള് ഇവിടെ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. ആ സത്യത്തെ എത്ര കാലം മൂടി വെക്കാനായിട്ട് പറ്റും? അത് അധികം കാലം മൂടി വെക്കാനായിട്ട് കഴിയില്ല. അപ്പൊ മൂടി വെക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് നമ്മുടെ എല്ലാം വിജയങ്ങൾ. ഈ പാർട്ടി, ഈ ഗവൺമെന്റ്, ഈ പാർട്ടി നയിക്കുന്ന ഗവൺമെന്റ് ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ചെറുതാണോ? ചെറുതും വലുതുമായിട്ടുള്ള 100 കണക്കിന് വികസന പ്രവർത്തനങ്ങള്, ക്ഷേമ പദ്ധതികള് നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഹൈവേ തീരദേശത്തൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഹൈവേ കൂടെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ പറ്റുമോ? സംസ്ഥാന ഗവൺമെന്റിന്റെ റോഡുകളെല്ലാം തകർന്നിരിക്കുന്നു. ഒരു മറുപടിയും ഇല്ല, ഒരു ഉത്തരവും പറയാനില്ല. അതേപോലെ തന്നെ
സർവത്ര മേഖലയിലും ഇടതുപക്ഷ സർക്കാരിന്റെ പരാജയമാണ് നമുക്ക് കാണാനായുള്ളത്. ഏത് ഒരു അന്വേഷണം നടത്തിയാൽ പോലും അന്വേഷണ റിപ്പോർട്ടുകൾ വരെ മൂടിവെക്കപ്പെട്ടിട്ടുള്ള സാഹചര്യമാണ്. അത് കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്നു. ഇനി മുകേഷിന്റെ കാര്യമൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഒരു യാഥാർത്ഥ്യങ്ങൾ നിയമത്തിന്റെ മുമ്പിലേക്ക് വരേണ്ടതിന് നിയമത്തിന്റെ മുമ്പിൽ വരുത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാ? ഗവൺമെന്റിനാണ്. ഇതേപോലെ ഒരു നാശം പിടിച്ച ഗവൺമെന്റ് എവിടെയെങ്കിലും ഉണ്ടോ കേരളത്തില്? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തില് ഇടതുപക്ഷത്തിനും ഒരു MP-യാ, BJPക്കും ഒരു MP-യാ. ഇടതുപക്ഷത്തിന്റെ MP രാധാകൃഷ്ണന് തെരഞ്ഞെടുപ്പിൽ ജയിച്ച സമയത്ത് ആകെ ഒരെണ്ണേ ഉള്ളൂ. ജയിച്ച സമയത്ത് എന്തുണ്ടായേ? ഉള്ള മന്ത്രിപ്പണി പോയി. അയാള് കേരളത്തില്, ഞാനിപ്പോ ചേലക്കര ഇലക്ഷന്റെ ചാർജുള്ള ഒരാളാണ്. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് തുടക്കത്തിലൊക്കെ അദ്ദേഹം ഇങ്ങനെ പോലീസ് അകമ്പടിയോട് കൂടിയിട്ട് സൈറനൊക്കെ ഇട്ട് ഒരു മന്ത്രി പോകുന്നതിന്റെ വലിയ രീതിയിലൊക്കെയാണ് പോയിരുന്നത്. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് എന്താ ഉണ്ടായെന്നറിയോ? ഇപ്പൊ അങ്ങനെ ഒരു അനക്കമില്ല. അദ്ദേഹത്തിന്റെ ഉള്ള മന്ത്രിപ്പണി പോയി. നമുക്കൊരു MP-യെ കിട്ടി. അപ്പൊ ആ MP-ക്ക് എന്താ കിട്ടിയേ? മന്ത്രിപ്പണി കിട്ടി. അതാണ് വ്യത്യാസം. അപ്പൊ ആര് വേണം? ഇനിയിപ്പൊ രാധാകൃഷ്ണന് ഇപ്പൊ എന്തുകൊണ്ട് ആ മന്ത്രിപ്പണി കളഞ്ഞ് അയാളെ ഡൽഹിക്ക് വിട്ടു എന്നുള്ളതിന്റെ ഒരു ചിത്രം നമുക്ക് മനസ്സിലാകും. ഇനിയിപ്പോ പിണറായി വിജയൻ മാറി വേറെ ഏതെങ്കിലും കാരണവശാൽ മാറേണ്ട വന്നു കഴിഞ്ഞാൽ, ഒരു ദളിതനായ ഒരാളെ മുഖ്യമന്ത്രി ആക്കേണ്ട വന്നു കഴിഞ്ഞാൽ അത് രാധാകൃഷ്ണന്റെ പേര് വരുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ കൊടുത്തു രാധാകൃഷ്ണൻ ഒരു പണി. ഈ 543 MP-മാരുള്ളിടത്ത് രാജസ്ഥാനിൽ നിന്ന് 2 MP-മാരും തമിഴ്നാട്ടിൽ നിന്ന് കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടിയിട്ട് ഒരു MP-യും കേരളത്തിൽ നിന്ന് ഒരു MP-യുമായിട്ട് 4 MP-മാരുമായിട്ട് പാർലമെന്റിൽ പോയിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇത്രയും ആളുകൾ ഇരിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരാള് എവിടെന്നെങ്കിലും വന്നിരുന്നു കഴിഞ്ഞാൽ ആ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളത് അദ്ദേഹത്തെ നിർവീര്യമാക്കി കളഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനം വരികയാണെങ്കിൽ അത് കൊടുക്കാതിരിക്കാനായിട്ട് റിയാസിന് വേണ്ടി ഒരുക്കി വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാ. ഇനി അപ്പുറത്ത് ശൈലജ ടീച്ചറെയോ സമാനമായിട്ടാണ്. തോൽവി എന്ന് പറഞ്ഞ അങ്ങേറ്റത്തെ തോൽവിയാ ഉണ്ടായത്. അപ്പൊ അതും പോയി. ഇതെല്ലാം മരുമകനെ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇതാണ് ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയം. അപ്പൊ കേരളത്തിന്റെ ഈ രാഷ്ട്രീയ അധിക കാലം മുന്നോട്ട് പോകില്ല. ഇവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസക്തിയും. ഈ കാലയളവില് പരമാവധി വീടുകളിൽ കയറി ഇറങ്ങിക്കൊണ്ട് ജനം ആഗ്രഹിക്കുന്നു, നമുക്ക് വോട്ട് ചെയ്തവർ ആരൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ പൂർണ്ണമായ വിശ്വാസമില്ല. നമുക്ക് തിരിച്ചറിയില്ല ആരെന്ന്. വോട്ട് ചെയ്തു, അനേകായിരം വോട്ടുകൾ നമുക്ക് കിട്ടി. താമര അടയാളത്തിൽ വോട്ട് ചെയ്യാൻ ആളുകൾക്ക് മടിയില്ലാതെ വോട്ട് ചെയ്തു. പക്ഷെ ആരൊക്കെയാ ചെയ്തതെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാ ബൂത്തിലും നിങ്ങൾ ബൂത്ത് 2-3 ആളുകൾ ചേർന്നുകൊണ്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങിക്കൊണ്ട് BJP-യുടെ മെമ്പർഷിപ്പ്, ദേശീയ നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പയിൻ നടത്താനായിട്ട് രാഷ്ട്ര സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് എന്നുള്ള നിലയിൽ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയണം. ആ ഒരു പ്രവർത്തനം നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഈ കുഴൂരിലെ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നൊരുക്കം എന്നുള്ള നിലയിൽ നമ്മൾ വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ട് ഈ ഒരു പ്രവർത്തനം നടത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും അതേപോലെ തന്നെ ഈ രാജ്യത്തെ ജനം ആഗ്രഹിക്കുന്ന രീതിയിൽ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമം നമുക്ക് അതിന് തുടക്കം കുറിക്കാം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്രവർത്തനത്തിന് സർവേശ്വരൻ എല്ലാ കഴിവും പ്രാപ്തിയും ഒക്കെ നൽകട്ടെ. നല്ലൊരു ചിന്തയോട് കൂടിയിട്ട് നല്ല ജനങ്ങളുടെ ഇടയിൽ നല്ല ആശയത്തോടു കൂടി പ്രവർത്തിക്കാനായിട്ട് കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.